ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിൽ വഡോദരേൻ്റെ അടുത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ അടുത്താണ്. ഇന്നലെ വൈകിട്ട് ഇന്നലെ വ്ളോഗൊന്നും ചെയ്തില്ല. ഇന്നലെ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. നാസിക്കിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് 4 മണിയായപ്പോഴത്തേക്കും 4-4:30 ആയപ്പോഴത്തേക്കും എത്തി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു നമ്മൾ എടുക്കാൻ. ഞാൻ പുറകിലായിരുന്നു, അപ്പോഴത്തേക്കും ലേറ്റായി, അത് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നിവിടെ സ്റ്റേ ആ വൈകിട്ട് ഇതാണ് മെയിൻ റോഡ് കേട്ടോ. ഇത് ഹൈവേ ആണ്. തൊട്ടപ്പുറത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ ഒരു 1 കിലോമീറ്റർ മാറിയാണ്. ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്കും വീട്ടുകാരോട് ചോദിച്ചു, അവർക്ക് ഓക്കെ ആയിരുന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചു. ഇപ്പം വണ്ടിയുടെ ചെയിൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്തു. കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞു. ഉരുട്ടലാണ് പണി. ഞാൻ നോക്കിയിട്ട് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയാണ് ഈ സാധനമാക്കാൻ. അതേപോലെ അതിൻ്റെയും ചെയിൻ ക്ലീൻ ചെയ്തു, അതിൻ്റെയും ചെയിൻ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ 8 മണിക്കാണ് സ്ലോട്ട് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ സമയം 8:15. ചെല്ലുമ്പോഴത്തേക്കും കിട്ടുമോ? കുഴപ്പമുണ്ടോ? ആ സമയത്ത് തന്നെ എത്തണമെന്നുണ്ടോ? അറിയാമോ? 10 മണി വരെ. 8-നും 10-നും ഇടയ്ക്ക് നമ്മളെത്തണം. നമുക്ക് വിട്ടേക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി അവിടുത്തെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഒന്ന് കയറണമെന്നുണ്ട്. ഗാലറിയിലുണ്ട്. ഗാലറി എല്ലാം കൂടെ കൂട്ടിയുള്ള ടിക്കറ്റ് 350 ആണെന്ന് തോന്നുന്നു. 380 ആണ് 8:0. പിന്നെ ഉള്ളത് അവിടെ കുറേ ജംഗിൾ സഫാരി ഉണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഭയങ്കര ഡെവലപ്പായ ഒരു സ്ഥലമാണ്. സ്റ്റാച്യു വന്നതിന് ശേഷം റോഡ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഡെവലപ്പായി. എല്ലാം കൂടെ ഉള്ള പിന്നെ 1050 1200 ഒരു ടിക്കറ്റ് ഉണ്ട്. നമ്മൾ 350 എടുത്തു. അവിടെ ഗാലറി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും അടുത്ത പരിപാടിയിലൂടെ. അപ്പോൾ ഇനി എന്തായാലും സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ചു. വണ്ടി ഇവിടെ വെച്ചിട്ട് ബസ്സിൽ കയറണം. കയറി ಹೊರಡು മാറിയിരുന്നു. കറക്റ്റ് ടൈമിങ്. മാസ്ക് എടുത്തോ? നമ്മൾ വന്നു, വണ്ടി വെച്ച പാടെ ഫസ്റ്റ് ഒരു ബസ് പോയി. നമ്മൾ പാർക്കിങ്ങിൽ ഇതാട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാച്യു കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നാലാണ് പാർക്കിങ് വന്ന് വണ്ടി വെച്ച് കഴിഞ്ഞ് പാർക്കിംഗ് ടു സ്റ്റാച്യു ഒരുപാട് ബസ്, ഇവരുടെ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത്തേ കയറിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. ടിക്കറ്റ് ഓൾറെഡി എടുക്കണം കേട്ടോ, നല്ല കാര്യമുള്ളൂ. എന്നിട്ട് അതേപോലെ അവിടെ നിന്നും ഇതേപോലെ റിട്ടേൺ ബസ്സുകളുണ്ടാവും പാർക്കിങ്ങിലേക്ക്. അപ്പം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക, തിരിച്ചു വരിക എന്നുള്ളൂ. നമുക്ക് അങ്ങനെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാം. നമ്മൾ ഈ റോഡ് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് പാസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇതേ റോഡ് തന്നെ നമ്മൾ പാസ് ചെയ്ത് തൊട്ട് പുറകിലായിട്ടാണ് പാർക്കിംഗ്. അപ്പോൾ പാർക്കിംഗ് പോയി വണ്ടി വെച്ച് നമ്മൾ തിരിച്ച് മുന്നോട്ട് വരണം. അവിടെ നിന്ന് വന്ന് ഇവിടെ ടിക്കറ്റ് ചെക്കിങ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എൻട്രി കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് എൻട്രി വരും. അവിടെ നിന്ന് എൻട്രി വന്ന് അതിൻ്റെ അകത്തോടെ കുറേ ചെക്കിംഗ് ഉണ്ട്. അവിടെ തന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് ബോഡി ചെക്കിംഗ് ഉണ്ട്. ബോഡി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് എൻട്രി. ഇത് നല്ല സൈസാണ് കേട്ടോ. നമ്മൾ കാണുന്നവരൊന്നും അല്ല. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തിരിയത്തൊന്നുമില്ല. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് ഈ നിൽക്കുന്നത്. സർദാർ വല്ലഭായ്, ഇന്ത്യയുടെ ആദ്യത്തെ തന്നെ പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ എല്ലാം. അതേപോലെ ഇതിൻ്റെ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ്
ഹൈറ്റ് എന്ന് പറയുന്നത് 182-83 മീറ്ററാണ്. ഏകദേശം 600 അടി പൊക്കത്തിൽ. തൊട്ടടുത്ത് തന്നെ നർമ്മദ നദിയുടെ തീരത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലല്ലേ? എക്സിബിഷൻ ഗാലറി എന്തായാലും ഇതുണ്ടല്ലോ. വ്യൂയിങ് ഗാലറി ഉണ്ട്. വ്യൂയിങ് ഗാലറി ഇതോ ആ നെഞ്ചത്ത് ആ ബട്ടൺസിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയാണ് വ്യൂയിങ് ഗാലറി എന്ന് പറയുന്നത്. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. മീൻസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല. നല്ല ഹൈറ്റ് ആണ്. അത് അതിൻ്റെ ഫീല് ലോകത്തിലെ നമ്പർ 1 സ്റ്റാച്യു എന്ന് പറയുമ്പോൾ പോലും ഇത് പെട്ടെന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് തിരിയുന്നില്ല. ഇത് ഈ ഒരു ലൊക്കേഷനിൽ തൊട്ടടുത്താണ് പാലം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കില്ല. ആ പാലത്തിൽ വന്നാൽ മാത്രമാണ് ഈ സ്റ്റാച്യു കാണുന്നുള്ളൂ. വേറെ പല സ്ഥലത്തുനിന്ന് ഞാനൊക്കെ വന്ന സമയത്ത് മുഴുവൻ ബൈക്ക് കയറി നോക്കി, പക്ഷെ ഒരു രക്ഷതയിലും കാണത്തില്ല. ഇതിൻ്റെ ഈ സ്പോട്ട് ലൊക്കേഷൻ വന്നാൽ മാത്രമേ ഈ സ്റ്റാച്യു കാണത്തുള്ളൂ. തീർന്നു ഇല്ല, വരുന്നുണ്ടോ? നമ്മളിപ്പം അവിടുന്ന് എൻട്രി ചെയ്തു കേട്ടോ. എൻട്രി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 ബോർഡുണ്ട്. അതായത് പണി ചെയ്ത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് ഓരോ പോർഷൻ ബൈ പോർഷൻ അല്ലേ, കറക്റ്റ്. ഫസ്റ്റ് ഇതാണ് കേട്ടോ കംപ്ലീറ്റിലെ ഈ ഒരു ലെയർ, ഈ താഴത്തെ ഈ 1 ലെയറാണ് ഈ കാണുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷനാണ് പണി ചെയ്തേക്കുന്നത്. അവിടെ അത് സെക്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഏറ്റവും വലുതെന്നാണ് കേട്ടോ. 93 മീറ്റർ ഈ സാധനമുള്ളൂ. ഇതിനെ അപേക്ഷിച്ച് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യ 182 മീറ്ററുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്റ്റ് ബ്രസീലിലുള്ള അതിൻ്റെ ഇത് 38 മീറ്റർ. 1931 ഇത് നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് അതേപോലെ നെതർലാൻഡ്, പിന്നെ USA ഉള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി 93, പിന്നെ ജപ്പാനിൽ ഇത് 120, അതേപോലെ ചൈനയുടെ 153 ടെമ്പിൾ ബുദ്ധയുടെ ചൈനയുടെ. അതിനൊക്കെ ശേഷം ഫസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയിൽ 182 മീറ്റർ പണിത് 2018. ഇതിൻ്റെ മീറ്റർ കണ്ടോ? 30, 15 ഇവിടെ വരെ 30. പിന്നെ ഉള്ളത് 45, 60, 75, 90 അങ്ങനെ 182 വരെ. സംഭവം ഇതൊരു ഇതാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലുതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. അവിടെ നമ്മൾ എൻട്രി ആയി. ഇവിടെ ഒരു നോർമൽ സ്റ്റാച്യു ആയിട്ടല്ല, എന്നാലും മറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റാച്യു ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു മിനി ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇവിടെ. തിയേറ്റർ എന്തിൻ്റെയാ? തിയേറ്ററാണ്. ഒന്ന് കയറി നോക്കാം, എന്താണെന്നറിയില്ല.
നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും സെക്യൂരിറ്റി സമയമുണ്ട് അവിടെ 10 മണി വരെയാണ് നമുക്കുള്ള സ്ലോട്ട്. അപ്പം ഇപ്പോൾ 9:30 അപ്പോൾ സെക്യൂരിറ്റി സമയം നോക്കിയപ്പോഴത്തേക്കും 10 മണിയായി. നിങ്ങൾ വേഗം കയറുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് വ്യൂവിങ് ഗാലറിയിലേക്ക് വേണ്ടി കയറുവാണ്. കയറി ഓൺലൈൻ ടിക്കറ്റാണ്. അത് ഓൺലൈൻ ടിക്കറ്റിൽ നമ്മൾ പാസ് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഫോൺ നമുക്ക് തിരിച്ചെടുക്കാം. ഇത് തന്നെയാണ് മെയിൻ എൻട്രൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗാലറി ഇവിടെയല്ലേ? ഇവിടെയല്ലേ അല്ലേ? നെഞ്ചത്ത് നമ്മൾ ഇപ്പോഴത്തെ വ്യൂവിങ് ഗാലറിയിലാണല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കാണാൻ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഓ മൈ ഗോഡ്. അല്ല, അതിനപ്പുറം ഇല്ലേ? ചോദിച്ചു നോക്കിയേ. ഇതല്ലേ? ഇത് അതെ, നമ്മുടെ പ്രതിമയുടെ അകത്ത് മുകളിലാണുള്ളത്. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രതിമയുടെ അകത്ത് ആ ഒരു നെഞ്ചിൻ്റെ ഭാഗത്താണ്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്നെ. ഇതെല്ലാം പ്രതിമയുടെ സ്ട്രക്ചറാണ് കേട്ടോ. മീൻസ് അത് ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ യൂസ് ചെയ്തേക്കുന്ന അയൺ റോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഓരോ സെക്ഷനിലും അതായത് ഓരോ നില പോലെ നടക്കാൻ പറ്റും. താഴെ കാണുന്ന ആ ഒരു ഇത് കണ്ടില്ലേ, അതായത് വാക്കബിൾ ഡിസ്റ്റൻസ്, വാക്കബിൾ വേ ആയിട്ട് ചുറ്റിന് റൗണ്ട് അബൌട്ടാണ് വരുന്നത്. ഈ ഓരോ സ്ട്രക്ചറിന് ചുറ്റിനായിട്ട് വരുന്നത്. ഈ വ്യൂവിങ് ഗാലറിയിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്തോടെ പോയി ആ ഡോറിനകത്തോടെ കയറി അവിടെ നിന്ന് കാണുന്ന ഒരു ഇപ്പോൾ കണ്ട കാഴ്ചകളും പിന്നെ അതേപോലെ തിരിച്ച് താവോട്ട് ഇറങ്ങി പോകുന്ന ലിഫ്റ്റ്, പിന്നെ അതേപോലെ ഇപ്പുറ സൈഡും ഉണ്ട്. നേരെ ഈ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സെയിം വ്യൂ ആണ്. വ്യൂ പോയിൻ്റ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നതാണ്. ഈ നമ്മൾ വരുന്ന റോഡ് ഇതാണ്. നമ്മൾ വരുന്ന റോഡ് ഇത് പ്രതിമയുടെ ബാക്ക് വശം കേട്ടോ, അതായത് പുറകുവശം. അത് മുമ്പ് വശം സ്റ്റാച്ചുവിൻ്റെ. നമ്മൾ വരുന്ന റോഡാണ് ആ കാണുന്നത്. അതിലെയാണ് വരുന്നത്. ആ പാലത്തിൽ കയറി കഴിഞ്ഞാലാണ്, അങ്ങ് കാണുന്ന ആ പാലത്തിൽ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രതിമ കാണാൻ പറ്റില്ല. ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്നൊന്നും നമുക്ക് ഈ പ്രതിമ കാണാൻ പറ്റില്ല. മീൻസ് ഈ സ്റ്റാച്ചു കാണാൻ പറ്റത്തില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ ആ പാലം തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് സ്റ്റാച്ചു കണ്ട് വരാം. നമ്മൾ സ്റ്റേ ചെയ്ത് ഈ പാലം കഴിഞ്ഞ് കുറച്ചൊരു 100 മീറ്റർ 150 മീറ്റർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയായിട്ടാണ്. ഇത് ഫുൾ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയായിട്ടുള്ള റോഡാണ്. നേരെ പാർക്കിംഗ് സെക്ഷൻ റോഡ്. After exhausting all arts of negotiation, ഇപ്പം നമ്മളുള്ള ആർട്ട് ഗാലറിയിലാണ് കേട്ടോ. അതായത് വ്യൂവിങ്ങിൽ ഇതിൻ്റെ ഗാലറിയിൽ നിന്ന് എക്സിറ്റ് ആയി വന്ന് പുറത്തിറങ്ങുന്നത് ആർട്ട് ഗാലറിയാണ്. ഇവിടെ നമ്മളിങ്ങനെ വന്ന് ഫുൾ ഇതെല്ലാം കാണാൻ നമുക്ക്. അതായത് കുറച്ച് ചരിത്രവും കാര്യങ്ങളും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്, 1923 ഫ്ലാഗ് കാരണം ഉണ്ടായിരുന്ന സത്യാഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് വിഷ്വൽസായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇത് മേക്കിംഗ് ഓഫ് സ്റ്റാച്ചുവിനകത്ത് കാണിച്ചേക്കുന്നത്, അത് ബിൽഡിങ് ചെയ്തേക്കുന്നത്, അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ. ഇതുണ്ടോ അയൺ ഫാമിംഗ് ടൂൾസ് കളക്ട് ചെയ്തത്. അതായത് 1,69,078 വില്ലേജസ്, അതായത് ഇന്ത്യയിൽ നിന്ന് പല ഇത്രയും വില്ലേജസുകളിലായിട്ട് കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഉരുക്കിയിട്ടാണ് ഈ സ്റ്റാച്ചു, അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാച്ചു അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇത് ഒന്നൊന്നര സാധനം തന്നെ. അപ്പോൾ പൊന്നോ സമ്മതിക്കണം. ബാക്കി നമ്മൾ സ്റ്റെപ്പ് കയറി അതെ ഒന്നും കൂടെ കയറി മുകളിൽ പോയാൽ ഈ വ്യൂ കിട്ടത്തില്ല. അതിൻ്റെ ചവിട്ടി നിന്നാൽ ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ചവിട്ടി നിൽക്കാമെന്നുള്ളൂ. അതിൻ്റെ നെഞ്ച് പോകുന്നത് ആ ഒരു കാണുന്ന ബട്ടൺസിൻ്റെ അവിടെ ആട്ടോ നമ്മൾ നേരത്തെ കണ്ട വ്യൂവിങ് ഗാലറി. ഇതിൻ്റെ അകത്തോടെ തന്നെ പോയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
നർമ്മദ നദിയുടെ ഭാഗം കേട്ടോ. സർദാർ സരോവർ ഡാമാണ്. ഡാമിൻ്റെ കയറി വന്നു കഴിഞ്ഞ് ഇവിടെ ഗാലറി എന്നൊന്നും പറയാനില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഇവരുടെ ആ ബിൽഡിങ്ങിൻ്റെ സെക്ഷനുണ്ട്. പിന്നെ ഒരു ടോപ്പ് സെക്ഷനും കൂടി വരുന്നുണ്ട്. ഒരു ഫ്ലോർ എന്ന നിലയിൽ അതും കൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെത്തിയാൽ മതി. അഞ്ചുദേ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. ഇതിൻ്റെ പോർഷൻ ഉണ്ടാക്കിയേക്കുന്നത് ശരിക്കും അത് തിരിയാൻ പറ്റും. കാരണം ആ ഒരു ലെഗ് സ്പേസിന് അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിങ്, അത് കഴിഞ്ഞ് ഓരോ പോർഷൻ ബൈ പോർഷൻ വെച്ചേക്കുന്നത് ശരിക്കും കറക്റ്റായിട്ട് തിരിയും. ആ ഒരു സെക്ഷൻ ഫുള്ള് ക്രെയിൻ വെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ചെരുപ്പിൻ്റെ ഇതാണ്. ഇത് ചെരുപ്പാണ് കേട്ടോ. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റാണ്. അതും എൻ്റെയൊക്കെ ഹൈറ്റ് വെച്ചിട്ട് കറക്റ്റാണ്. ചെരുപ്പിൻ്റെ സോളാണിത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. എന്തോ ഞാൻ പറഞ്ഞു തരുന്നതാ, മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് സോളിന് എത്ര വരുന്നുള്ളൂ ആണോ അല്ലയോ? അത് അവിടെ നിന്ന് സോളിന് അത്രയും പോലും ഇല്ല. നമ്മൾ സോളിന് പകുതി വരുന്നത് ആണോ? അത് വിരലിന് എത്രയും പൊക്കമുണ്ടോ നമുക്ക് ഹൈറ്റ് വരുന്നത്? മീൻസ് നമ്മൾ മനുഷ്യർ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വരുന്നത് സോളിന് എത്രയും പോലും നമ്മൾ ഹൈറ്റ് വരുന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ചെരുപ്പ്, സോള്, അത് കഴിഞ്ഞ് ഇത് വിരലാണ് തള്ള വിരലിൻ്റെ അവിടെ കറക്റ്റ്. പക്ഷെ അവിടെ നിന്ന് സോളിൻ്റെ ചെരുപ്പിൻ്റെ ബേക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അത്ര ഒന്ന് അതിനേക്കാൾ ഹൈറ്റ് ഉണ്ട് അവിടെ. ഇത് വിരൽ വന്നിട്ട് വിരലിന് ബാറ് വരുന്നത്, ചെരുപ്പിൻ്റെ ബാറ് വരുന്നത് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഈ ഡാമിൽ തന്നെ ഇവരുടെ തന്നെ ബോട്ടിങ് കാര്യങ്ങളും കേട്ടോ. അതിന് എക്സ്ട്രാ ടിക്കറ്റ് അല്ലേ ചേട്ടാ? എത്ര അതിന് വരുന്നത് നോക്കിയായിരുന്നല്ലേ? എല്ലാം ഓക്കെ. അവിടുത്തെ ജംഗിൾ സഫാരിയും ഈ ബോട്ടിങ്ങും എല്ലാം കൂടെ പാക്കേജ് 1048. ഓക്കെ. ഓ ഇത് ചെറുവിരലാണ് കേട്ടോ. നമ്മുടെ ആൾക്കാർ കൊണ്ട് നിൽക്കുന്നത് ഇത്രേ ഉള്ളൂ. ചെരുപ്പിൻ്റെ പകുതി ആ ലെവലാണ് മുകളിലോട്ട്. നമ്മൾ സ്റ്റാച്യുവിന് പുറത്തിറങ്ങി ഇതേ പുറകിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നജിയോട് ഇരിപ്പുണ്ട്. ബസ് ചെയ്യുന്നത് മീൻസ് ഇവിടുന്ന് ഇത് റൊട്ടേറ്റ് ഇവിടെ തന്നെയാണ്. അത് പാർക്കിങ്ങിൽ പോകുന്നു, അവിടുന്ന് ബസ് പിക്ക് ചെയ്ത് ഇവിടെ ആളെ ഇറക്കുന്നു, അവിടെ പോയി തിരിച്ചു വരുന്നു. ഇത്രേ ഉള്ളൂ. മുമ്പിലാണ് ബസ് സ്റ്റോപ്പ്. അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ ഗുജറാത്തിലുള്ള ഈ ഒരു പ്രതിമയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.